ലേറ്റസ്റ്റ് എവിടെ? മാവല്ലേ? മാവും ചാരി ഒരു പ്ലാവ് നിൽക്കുന്ന നോക്ക്. എന്തടി എത്ര ആലോചിച്ചിരിക്കണ്? നല്ല കാര്യം ഒന്നും ആലോചിക്കാറില്ല കേട്ടോ, സൂക്ഷിച്ചോ. മനസ്സിലായല്ലോ. ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നപ്പോ തുടങ്ങിയതാ ഇത്. ഊണൂല്ല ഉറക്കമില്ല, ചിന്തയോട് ചിന്ത. പേടിപ്പിക്കേണ്ട കാര്യങ്ങളോ മര്യാദയ്ക്ക് വിളിച്ചാ പോരാ മാവ. മനുഷ്യൻ പേടിച്ചോല്ലേ? എന്നിട്ട് പേരിലടാ വിളിച്ച്, അതിനെന്താ എത്ര പേടിക്കാൻ? ഇങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും കൊള്ളരുതായി ആലോചിച്ചിട്ട് നിൽക്കായിരിക്കും. അതാണല്ലോ സ്വന്തം പേര് കേട്ടപ്പോ ഞെട്ടിയത്. ചൊറിയരുത് തങ്ക, രാവിലെ നീ എന്നെ ചൊറിയാൻ വരരുത്. ആരും ഇവിടെ ക്ലീറ്റോനെ ചൊറിയാൻ വന്നില്ല. ക്ലീറ്റോയാണ് എല്ലാവരും ചൊറിയണത്. മതി മതി മതി, ഇനി അതിന്റെ പേരിൽ തർക്കിക്കല്ലേ. ഒരു നല്ല കാര്യം നടക്കണ വീടല്ലടാ അത്. അപ്പൊ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ചാടി കളിക്ക. ആ കൊച്ചു വന്നപ്പോ കണ്ട എല്ലാവർക്കും എന്താ സന്തോഷം. അതിന്റെ മുഖം ഒന്ന് നോക്ക്, എന്തൊരു ഐശ്വര്യ. പിന്നെ വളർന്നു വരുമ്പോ അത് ഐശ്വര്യറായി മാറും. വളർന്ന് വരുമ്പോ എന്റെ തക്കളിമോളെ എല്ലാവരും മറക്കും, എനിക്കറിയാതെ. നീ ഇതാണ്, നീ ഒരു സത്യക്രിസ്ത്യാനിയല്ലടാ. നീ വെറുതെ മനുഷ്യന്റെ മനസ്സിനെ കൊള്ളാത്ത വാക്ക് പറയരുതിട്ടാ. പിന്നെ ക്രിസ്തുമസിന് പോലും പള്ളിയിലെ പോലാത്ത ആളാണ് സത്യക്രിസ്ത്യാനി. എടീ, ഞാനേ കൃത്യമായിട്ട് പള്ളി പോയിക്കൊണ്ടിരുന്ന ആളാ. നിന്നെ കെട്ടിയെടുത്ത് അന്ന് പോലാ. പോലല്ല ക്ലീറ്റ എന്തുകൊണ്ടാ പള്ളി പോയിരുന്നെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്റെ അമ്മാവ വണ്ടി കച്ചവടം വസ്തു കച്ചവടം എന്ന് പറഞ്ഞ പള്ളിയിൽ അച്ഛനെയും കപ്പ്യാരിമാരെയൊക്കെ പറ്റിച്ചിട്ട് പിന്നെ ആ വഴിക്ക് കുർബാന വിടാൻ പറ്റുമോ? അതെ, ആ പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, ആ അച്ഛനങ്ങ് പോയി, അവിടെ സ്ഥലം മാറിപ്പോയി. ആ ഇടവക്കാരും പോയിട്ടില്ലല്ലോ. അങ്ങോട്ട് ചെന്നാ അവർ ഓടിക്കും. അതെ, ഒരു നല്ല ദിവസമായിട്ട് അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. നമുക്ക് ആ കനകനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാം. ഓ, ഞാൻ ഒന്നിനും ഇല്ലേ. അല്ലേ തന്നെ എന്റെ അഭിപ്രായത്തിനൂടെ എന്താണ് വില? എന്തെങ്കിലും വിലയുണ്ടോ എന്റെ അഭിപ്രായത്തിന്? എടാ, നിന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയില്ല എന്നുള്ള എന്റെ തെറ്റായ തോന്നലാണ്. ഇല്ല ഇല്ല ഇല്ല, അതൊന്നുമല്ല. എന്റെ ധാരണയൊക്കെ ശരി തന്നെയാണ്. നീ ഒന്ന് അങ്ങോട്ട് വാ, അവരെല്ലാവരും എന്നെ കാത്തിരിക്കാം. നീ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് കൊഞ്ചടാ വാ. അതെ, ഈ ക്ലീറ്റസിന് ഒരു വാക്കേ ഉള്ളൂ. ഇനി അങ്ങോട്ടുമില്ല എങ്ങോട്ടുമില്ല. ഇനി എന്റെ ആ അമ്മായിയമ്മ ഉണ്ടല്ലോ, അവര് മരിച്ചാൽ പോലും ഈ ക്ലീറ്റ അവിടെ കാല് കുത്തൂല. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തത കിട്ടാനുണ്ട്. ശരി, എന്താ പണക്കറിയുണ്ട്? എന്തോന്ന് ഒന്ന് വ്യക്തമായിട്ട് നോക്കിയേ. എന്തോന്നടാ നരച്ചു വരുന്നുണ്ടാ? പിന്നെ ഇത്രയും പ്രായമായില്ല, ഇനി നിനക്ക് നരച്ചൂട്. ഒരു കൊച്ചുമായി, ഇനി ആരെ കാണി ഞാനടാ കൊണ്ട് നടക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, അഴകേശനെ പോലെ നീ കരിയൊന്നും മാറി തേച്ചേക്കരുത്. കാര്യം പറഞ്ഞേക്കാം. ഞാൻ കാര്യം തേക്കുന്നില്ലേ? എന്തേ? ഒന്നുമില്ല. അല്ല, അമ്മാവന് നല്ല മുടിയാണെന്ന് പറയായിരുന്നു. നല്ല ഭംഗിയുള്ള മുടിയാണെന്ന് പറയായിരുന്നു. അല്ലടാ, അവൻ പറയാണ് എന്ത് ഇങ്ങനെ ആക്കുന്നത്. അവൻ നരച്ചു തുടങ്ങിയെന്ന് അവന്റെ താടിയൊക്കെ. ഞാൻ പറയായിരുന്നു ഒരു കൊച്ചുമായി, ഇത്രയും പ്രായമായി, ഇനി നരക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞടാ, അഴകച്ചനെ പോലെ നീ കരിയൊന്നും വരി തേക്കരുത്. ഒരു കൊച്ചിന്റെ തന്തയായി നരച്ചു എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട. പക്ഷെ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാത്ത ആളാ. കുറച്ച് ചെറുപ്പത്തിലൊക്കെ നടക്കേണ്ടി വരും. നമുക്ക് ഈ കൊച്ചു വന്നപ്പോ എന്താ സന്തോഷം. പിന്നല്ലേ. പക്ഷെ അവൻ നേരാവില്ല. ആര്? ക്ലീറ്റസ്. അവന് ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താണ്ട്. എന്തോന്ന് വ്യക്തത? എന്തോന്നാടാ ഈ വീട്ടിൽ അവന് ഇനിയും വ്യക്തത വരാത്തത്? വരുത്താത്തത് എന്താ? പിന്നെ പ്രശ്നങ്ങൾ തന്നെയല്ലേ. നിനക്കും തങ്കത്തിനും ചേച്ചിക്കും കൂടി മൊത്തം എത്ര സ്വത്തുണ്ട് എന്ന് അവനറിയണം. ചേച്ചിയുടെ പേരിൽ എത്ര ബാങ്കിലുണ്ട് എന്ന് അവനറിയണം. നിനക്ക് ഇനി എത്ര കാലം സർവീസ് ഉണ്ട് എന്ന് അറിയണം. ജമേന്ദ്ര വീട്ടിൽ നിന്ന് കിട്ടാനുള്ള സ്വത്ത് മുഴുവൻ കിട്ടിയോ എന്ന് മൊത്തത്തിൽ അറിയണം എന്നാണ്. അതായത് ഇതൊക്കെ എത്ര, എനിക്ക് എത്രയുണ്ട്, അമ്മയ്ക്ക് എത്രയുണ്ട്, ബാങ്കിൽ എത്രയുണ്ട്, അവർക്ക് എത്ര കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിന്റെ പകുതി അവന് മേടിക്കാൻ. അല്ലേ? അതാണ് ഒരു ആവശ്യം. അല്ലേ? ഞാൻ പകുതി മുഴുവൻ എടുത്ത് കൊടുത്തത്. നീ അവനെ പോലെ ആയാലോ? അവനങ്ങനെ ഒരു ആദ്യം കാണും, അതിലെന്താ തെറ്റ്? ഈ സ്വത്ത് മുഴുവനും തക്കളിക്ക് കിട്ടണ്ടല്ലേ? ഇപ്പൊ പുതിയൊരു കൊച്ചു വന്നു കഴിഞ്ഞാൽ അതിന് പകുതി കൊടുക്കണ്ടേന്നാണ് ഇപ്പൊ അവന്റെ വിചാരം. ഇത്രയും കണ്ണിച്ചോരയില്ലാത്ത ഒരു മനുഷ്യൻ. ഇനിയിപ്പോ ആ കാര്യങ്ങളൊന്നും അധികം എങ്ങനെ ഇവിടെ ഇരുന്ന് പറയണ്ട. ഒരു കൊച്ചുണ്ട് ഇവിടെ, അതിന് ബോധം വെച്ച് വരുന്ന സമയാ. അതിന് വിഷമാവും. എന്നിട്ട് എവിടെടാ തുക്കുടുമോള? എവിടെ കുളിക്കുക? ആഹാ, ഹേമന്തി ഇപ്പൊ ആളാകെ മാറിപ്പോയില്ലേ. കുട്ടിയെ രാവിലെ എണ്ണ തേപ്പിക്കുക, കുളിപ്പിക്കുക. ഇപ്പൊ പ്രാർത്ഥനയുണ്ട്. കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ആഹാരം കഴിക്കുള്ളൂ. അമ്മ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാൻ വന്നാ പോയാ നിന്നാ കഴിച്ച ഒന്നും ഒക്കെ അറിയണ്ട. നമ്മളെക്കാൾ എല്ലാരേക്കാളും സന്തോഷം ജമന്തിക്ക്. ആ സത്യ. ജമന്തിക്ക് മാത്രമൊന്നല്ല, അവന്റെ മുഖത്തേക്ക് നോക്ക്, എന്താ സന്തോഷം. ഇന്ന് ലീവ് എടുത്തിരുന്ന പോലെ ഇനി എന്ന് ലീവ് എടുത്തിരിക്കരുത്. ഉത്തരവാദിത്തങ്ങൾ കൂടി വരിക. എന്താണ് മൂന്നും കൂടി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അവനെന്താ തലക്കൊല കുഴപ്പമുണ്ടോ?
അത് നീ ഇപ്പഴറിയണേ. ഇതേ പിന്നെ നിന്റെ കെട്ടിയോന് ഈ വീട്ടിന്റെ കാര്യത്തിലൊന്നും അത്ര വ്യക്തത വന്നിട്ടില്ല എന്ന് അതറിയണമെന്ന്. എന്ത് കാര്യത്തില്? എന്ത് കാര്യത്തിലാ? എനിക്ക് എത്ര ശമ്പളം കിട്ടും? ഇനി എത്ര നാൾ കൂടി എനിക്ക് ശമ്പളം കിട്ടും? ജമന്തിയുടെ സ്വത്തുക്കളെല്ലാം കിട്ടിയോ? എന്റെ ഭാഗം എന്താണ്? ഇതൊക്കെ അവൻ അറിയണം. ഒരു കാര്യം വിട്ടുപോയി, അമ്മാവന്റെ സ്വത്ത് വിവരം. അതൊന്നും ക്ലീറ്റസ് വിട്ടിട്ടില്ല. അതും എന്നോട് ചോദിച്ചു അവൻ. ചോദിച്ചല്ലേ? അതെ, അവനോടൊരു കാര്യം പറഞ്ഞേക്ക്. ചേച്ചിയുടെ ബാങ്ക് ഡിപ്പോസിറ്റ്, കനകന്റെ കാശ്, ജമന്തിക്ക് കിട്ടിയിട്ടുള്ള കാശ്, പിന്നെ എൻ്റെ സ്വത്ത്, ഇത് മുഴുവനും ഞാൻ ഈ പുതിയ വന്ന കുട്ടിക്ക് അങ്ങോട്ട് എഴുതി വെച്ചു എന്ന് പറ. തീർന്ന്. ക്ലീറ്റ അന്നേരം ഹൃദയസ്തംഭനം വന്ന് ചാവും. അല്ല, അതിന് അവന് ഹൃദയം ഉണ്ട്. ദൈവത്തിനറിയാം. തലച്ചോറും ഇല്ല.